നമസ്കാരം കേട്ടാ. മിൽമ പാല് കമ്പനിക്കാര് അടിക്കടി വില കൂട്ടി ജനങ്ങളെ വളരെയേറെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒരുപാട് തവണ വിലക്കയറ്റം സൃഷ്ടിച്ച് മിൽമ ജനങ്ങളെ ഞെട്ടിച്ചിരുന്നു. ഇപ്പോൾ ഇതാ പുതിയ സർക്കാർ വന്നു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേൽപ്പിച്ചു. അദ്ദേഹം ഉൾപ്പെടെ പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ്. പാലിന് 4 രൂപ, ലിറ്ററിന് 4 രൂപ വെച്ച് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം അനുമതി കൊടുത്തിരിക്കുകയാണ്. ഇത് എന്ത് തോന്നിവാസമാണ് ഇവിടെ കാണിക്കുന്നത്? മിൽമയ്ക്ക് വില കൂട്ടുവാനുള്ള അടിയന്തര സാഹചര്യം എന്താണ് ഉണ്ടായിട്ടുള്ളത്? ഈ മിൽമ പാല് വരുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയൊന്നും അല്ലല്ലോ. എനിക്ക് പറയാനുള്ളത്, മിൽമയുടെ പാൽ വില കൂടുന്നതിനനുസരിച്ചാണ് മറ്റു കമ്പനിക്കാരും അതുപോലെ തന്നെ പശുവിന്റെ ഉടമസ്ഥരുമൊക്കെ ക്ഷീര കർഷകരുമൊക്കെ പാലിന്റെ വില കൂട്ടുന്നത്. അതിനുള്ള അടിയന്തര സാഹചര്യം എന്താണെന്നുള്ളത് മിൽമ കമ്പനി വിശദീകരിച്ചേ മതിയാവൂ. എന്തുകൊണ്ട് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷം അതിനെതിരെ പ്രതികരിക്കുന്നില്ല? ഡീസലിന്റെയും പെട്രോളിന്റെയും വില കൂടുന്നത് മാത്രം ചർച്ച ചെയ്തു പോകുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതിലൊരു രാഷ്ട്രീയ കളിയില്ലേ? ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി ജനങ്ങളെ വിലക്കയറ്റത്തിലേക്ക് തള്ളിവിടുകയല്ലേ മുൻപിരുന്ന സർക്കാരും ഇപ്പോഴുള്ള സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. LDFിലെ MLA ഉണ്ടായിരുന്നു എം സ്വരാജ്. ആ എം സ്വരാജിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കൾ പറഞ്ഞല്ലോ വിലക്കയറ്റം ഉണ്ടാകില്ലെന്ന്, എന്നിട്ട് അടുത്ത 5 വർഷം വന്നപ്പോഴത്തേക്കും പാവപ്പെട്ടവർക്ക് സപ്ലൈകോയിൽ നിന്ന് ലഭിച്ച പലചരക്ക് സാധനങ്ങളുടെ സബ്സിഡിയിൽ എത്രമാത്രം വർധനവാണ് നിങ്ങൾ ഉണ്ടാക്കിയത്? 3 ഇരട്ടി വർധനവ് നിങ്ങൾ ഉണ്ടാക്കിയില്ലേ? നിങ്ങളാണോ വിലക്കയറ്റത്തെ കുറിച്ച് സംസാരിക്കുന്നത്? ഏറ്റവും അധികം വിലക്കയറ്റം ഈ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കി വെച്ചത് നിങ്ങൾ തന്നെയല്ലേ? LDF സർക്കാരിന്റെ കാലത്തല്ലേ? നിങ്ങൾക്ക് എങ്ങനെയാണ് വിലക്കയറ്റത്തിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുക? വെറും 40 രൂപയിൽ കിടന്ന വാട്ടർ ബില്ല് നിങ്ങൾ മിനിമം ചാർജ് 140 രൂപയാക്കിയില്ലേ? വസ്തുക്കരം കൂട്ടിയില്ലേ? 3 ഇരട്ടിയാക്കിയില്ലേ? എല്ലാ വർഷവും കൂട്ടുവാനുള്ള അനുമതി കൊടുത്തില്ലേ? വീട്ടുകരം വർദ്ധിപ്പിച്ചില്ലേ? ഇങ്ങനെ സകലമാന കാര്യങ്ങളും വർദ്ധിപ്പിച്ച് നിങ്ങൾക്ക് വിലക്കയറ്റത്തിനെ കുറിച്ച് പറയാൻ എന്താണ് അർഹത? പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കുന്നു. അത് ലോകത്ത് എല്ലായിടത്തുമുണ്ട് വർധനവ്. നമ്മുടെ ഇന്ത്യയെക്കാളും 4 ഇരട്ടി വർധനവാണ് തൊട്ടടുത്ത പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ. എന്നിട്ട് എന്താ ചെയ്തത്? കഴിഞ്ഞ LDF സർക്കാർ പെട്രോളിനും ഡീസലിന്റെയും അധിക നികുതി കുറയ്ക്കാൻ 1 രൂപ കുറയ്ക്കാൻ തയ്യാറായോ? 1 രൂപ. പുതുതായിട്ട് വന്ന സർക്കാരിനോട് പറയുകയാണ് അധിക നികുതി കുറയ്ക്കണമെന്നാണ് പറയുന്നത്. പുതിയ സർക്കാർ പ്രതിപക്ഷത്തെ ചോദ്യം ചെയ്യുന്നു. ഇതിന്റെ രണ്ടിന്റെ ഇടയിലും പെട്ട് ജനങ്ങൾക്ക് ജീവിതം പൊറുതിമുട്ടിയിരിക്കുകയാണ്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു ഉപയോഗമുണ്ട്. ഇരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കഴിഞ്ഞ 10 കൊല്ലത്തിന് ശേഷം നമുക്ക് കാണാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ എല്ലാവരും തന്നെ മിൽമ പാല് മാത്രം വാങ്ങി ഉപയോഗിക്കാതെ മറ്റുള്ള കമ്പനികളുടെ പാലുകളും വാങ്ങി ഉപയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മിൽമയുടേത് അഹങ്കാര ഭാഷയാണ്. ഇതിന് നമ്മളൊരു അറുതി വരുത്തേണ്ടതുണ്ട്. ഇതിനൊരു തിരിച്ചടി മിൽമയ്ക്ക് കൊടുക്കണം. അതിന് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഇറങ്ങി പ്രതിഷേധിക്കേണ്ടത് അനിവാര്യമാണ്.